പോത്തിറച്ചി എന്ന പേരിൽ കാളയിറച്ചി വിൽപ്പന നടത്തി വ്യാപാരികൾ തട്ടിപ്പ് നടത്തുന്നതായി ആരോപണം. പ്രത്യേക വില നിർണ്ണയം വേണമെന്ന ആവശ്യവും ശക്തമാകുന്നു. നിലവിൽ മിക്കയിടങ്ങളിലും കാളയ്ക്കും പോത്തിനും 480 രൂപയാണ് വില. ഇങ്ങനെ വിൽക്കുന്നത് മൂലം കാളയിറച്ചി നൽകി വ്യാപാരികൾ കൊള്ളലാഭം ഉണ്ടാക്കുന്നതായാണ് ഉയരുന്ന ആക്ഷേപം. അതേസമയം പോത്തിന്റെ ലഭ്യതയിലുള്ള പ്രതിസന്ധിയാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നാണ് വ്യാപാരികളുടെ വാദം. ഹൈറേഞ്ച് മേഖല ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ പോത്തിറച്ചി എന്ന പേരിൽ കാളയിറച്ചി വിൽപ്പന നടത്തുന്നുവെന്ന ആരോപണം ശക്തമായിട്ട് നാളുകളായി. കാളയിറച്ചിക്കും പോത്തിറച്ചിക്കും ഇറച്ചി വ്യാപാരികൾ ഒരേ വിലയാണ് ഈടാക്കുന്നതെന്നും ഇത് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയാണെന്നുമാണ് ആക്ഷേപം. വ്യാപാര രംഗത്തുള്ളവരുടെ അഭിപ്രായത്തിൽ പോത്തിനെ വാങ്ങുന്നതിന് കാളയെ അപേക്ഷിച്ച് കൂടുതൽ തുക നൽകേണ്ടി വരുന്നു. എന്നാൽ ഉപഭോക്താക്കൾക്ക് വിൽക്കുമ്പോൾ രണ്ടിനും ഒരേ വില ഈടാക്കുന്നതിലൂടെ ചില വ്യാപാരികൾ അധിക ലാഭം നേടുന്നതായും ആരോപണമുണ്ട്. ഇറച്ചിയുടെ ഇനത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകണമെന്നും കാളയിറച്ചിക്കും പോത്തിറച്ചിക്കും പ്രത്യേക വിലനിർണ്ണയം കൊണ്ടുവരണമെന്നും വിവിധ കോണുകളിൽ നിന്ന് ആവശ്യവും ഉയരുന്നുണ്ട്. ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് തങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തെക്കുറിച്ച് വ്യക്തത ലഭിക്കുമെന്നും വ്യാപാര രംഗത്ത് കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനാകുമെന്നും അഭിപ്രായമുണ്ട്. കാളയും പോത്തും രണ്ടായി വേർതിരിച്ചുകൊണ്ട് രണ്ട് വില നിശ്ചയിക്കേണ്ട ആവശ്യമാണ്. ഓവറായ പൈസ മേടിക്കുന്നത്, ഇപ്പോൾ കൂലിപ്പണിക്കാരാണെങ്കിൽ കൂലിപ്പണിക്ക് പോയിട്ടിരുമ്പോൾ 500-550 രൂപ ശമ്പളം കിട്ടുന്ന ഒരു കുടുംബം അവിടെ 1-1.5 കിലോ ഇറച്ചി മേടിച്ചിട്ടുണ്ടെങ്കിൽ തികയില്ല. ബാക്കിയുള്ള സാധനങ്ങൾ മേടിക്കാൻ പോലും സാധാരണക്കാർക്ക് പറ്റുന്നില്ല. അമിതമായ വില ഈടാക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് കാളയ്ക്ക് കാളയിറച്ചിക്ക് ഒരു വിലയും പോത്തിറച്ചിക്ക് ഒരു വിലയും നിശ്ചയിക്കേണ്ടതാണ്. കാരണം സാധാരണക്കാരായ ജനങ്ങൾ, കൂലിപ്പണിക്കാരൊക്കെ തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ ഈ മേഖലയിൽ ഓവറായ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പോലും സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കാളയ്ക്ക് എന്ത് വിലയാണോ കാളയിറച്ചിക്ക് ആ വിലയും പോത്തിറച്ചിയുടെ വില അതും നിശ്ചയിച്ചുകൊണ്ട് അമിതമായി വാങ്ങിക്കാതെ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് പറയുന്നത്. അതേസമയം വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധന നടത്തി യാഥാർത്ഥ്യം കണ്ടെത്തുകയും ഉപഭോക്തൃ താൽപര്യം സംരക്ഷിക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്നും പൊതുജനങ്ങളും ആവശ്യപ്പെടുന്നു. ഇതേസമയം പോത്തിറച്ചിക്ക് നിലവിൽ 700 രൂപയ്ക്ക് വിറ്റാൽ പോലും മുതലാവില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ശരിക്കും കാളയിറച്ചിയുടെ വിലക്കാണ് പോത്തിറച്ചി വിൽക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.